ചെറുപ്രായത്തില് എനിക്കൊരു വല്ലാത്ത പേടിയുണ്ടായിരുന്നു. എൻ്റെ അമ്മയെ ആരോ പിന്തുടരുന്നതും കൊല്ലുന്നതും ഒക്കെ ഞാൻ കൂടെ കൂടെ സ്വപ്നം കാണും. പിന്നെ ഞാൻ ഉറങ്ങില്ല. ഒരു ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ. അന്നെൻ്റെ കുഞ്ഞു മനസ്സിലെ ഭയം മാറ്റാൻ മുത്തശ്ശി എന്നെ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ഒരാഴ്ച കൃഷ്ണക്ഷേത്രത്തില് എന്നെ ഭജന ഇരുത്തി. അന്ന് ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ എനിക്ക് വേണ്ടി പൂജകൾ നടത്തിയിരുന്നത് അവിടുത്തെ ക്ഷേത്ര പൂജാരിയായ ദേവനാരായണൻ തിരുമേനിയ, രാധികയുടെ അച്ഛൻ. അന്ന് ആദ്യത്തെ ദിവസം ഞാൻ ക്ഷേത്രനടയിലിരിക്കുമ്പോൾ ഒരു കൃഷ്ണശ്രുതി കേട്ടു. അതുവരെ കേട്ടിട്ടില്ലാത്ത ഒന്ന്, അത്രയ്ക്കിമ്പമുള്ളത്. ഞാൻ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ ക്ഷേത്രത്തിനകത്തൊരു ഭാഗത്ത് തുളസിമാല കോർത്തുകൊണ്ട് സുന്ദരിയായൊരു പെൺകുട്ടി ഇരുന്ന് പാട്ട് പാടുക. എൻ്റെ അതേ പ്രായം, രാധിക. ഭജനയ്ക്കിരിക്കുന്ന ആ ഒരാഴ്ച ഞാനും മുത്തശ്ശിയും താമസിച്ചത് ദേവനാരായണൻ തിരുമേനിയുടെ ആറ്റുവശ്ശേരി വീട്ടിലാണ്. എല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഭസ്മവും ചന്ദനവും കൂടിക്കലർന്ന ഒരു മണോ ആ വീടിന്, അവിടുത്തെ ആളുകൾക്കും. അമ്മ നഷ്ടപ്പെട്ട വേദനയോടെ കരയുന്ന എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു, രാധികയുടെ വളർത്തമ്മ യശോദ. അത്രയും കാലം ഞാൻ ഒഴുക്കിയ അമ്മയെക്കുറിച്ചുള്ള കണ്ണുനീരെല്ലാം ആ അമ്മ തുടച്ചു കളഞ്ഞു. രാധികയോടൊപ്പം എന്നെ ചേർത്ത് പിടിച്ചു. രണ്ടാളും എന്റെ മക്കളാണെന്ന് പറഞ്ഞു. സോറി ദുർഗ, നമ്മൾ തമ്മിൽ ഇതൊരിക്കലും ഷെയർ ചെയ്തിട്ടില്ലല്ലോ. കുറെ കാലം നല്ല ബന്ധമായിരുന്നു, ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. പിന്നെ ഞാൻ പ്രൊഫഷന്റെ തിരക്കിലായപ്പോൾ ആ കണക്ഷൻ പിന്നെ ഉണ്ടായില്ല, പ്രത്യേകിച്ചും രാധികയുടെ വിവാഹത്തിന് ശേഷം. അന്നും ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ദേവനാരായണൻ തിരുമേനി പറയുമായിരുന്നു, രാധികയെ പ്രസവിച്ചത് ഐശ്വര്യമുള്ളൊരു അമ്മയായിരിക്കുമെന്ന്. അത് സത്യമായി. രാധിക ഗായിക ശ്യാമയുടെ മകളാ. രണ്ടുപേരും ഒരേ രൂപം തന്നെയാ അല്ലേ? ഞാൻ മുൻപൊരിക്കലും അവളോടത് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവള് വെറുതെ ചിരിച്ചു. അങ്ങനെ ഒരു സാധ്യത ആരുടെ മനസ്സിലും പോയിട്ടില്ലല്ലോ. അമ്മ നഷ്ടപ്പെട്ടതിന്റെ വേദന എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ജന്മം മുഴുവൻ കാത്തിരുന്ന് കിട്ടിയ സൗഭാഗ്യം അതിങ്ങനെ അവസാനിച്ചു. പോകുന്നു അങ്ങോട്ട്? പോണം. 1-2 ദിവസം കഴിഞ്ഞിട്ടായാലും ഒന്ന് ചെന്ന് അവളെ കാണണം. പോകാം നമുക്ക്, അതാ നല്ലത്.